തോന്നലല്ല, അത് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന സത്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. സ്തോത്രം. ഈ ആത്മീയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധത്തിന് ഞാനും നിങ്ങളും അടിത്തറയിടുകയാണ്. വേർപിരിക്കാൻ കഴിയത്തില്ലാത്ത ഒരു സ്നേഹത്തിന്റെ ബന്ധം, പിരിയുവാൻ കഴിയത്തില്ലാത്ത, പിടിച്ചു മാറ്റുവാൻ കഴിയത്തില്ലാത്ത, പറിച്ചു മാറ്റുവാൻ കഴിയത്തില്ലാത്ത ഒരു ശക്തമായ ആത്മബന്ധം നമ്മുടെ മണവാളനായ ക്രിസ്തുവിനോട്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ്, സമയമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ വായിക്കുന്നില്ല, താനിങ്ങനെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ഭയം തോന്നുന്നു. പറയാണ് അദ്ദേഹം, സർപ്പം ഹവ്വായെ ഉപായത്താ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. സ്തോത്രം. അവനെ ധ്യാനിക്കുവാൻ, നമ്മുടെ മനസ്സ് മുഴുവൻ അവൻ നിറഞ്ഞു നിൽക്കുവാൻ, നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ അവൻ നിറഞ്ഞു നിൽക്കുവാൻ, മറ്റൊന്നിനും നമ്മളെ ആകർഷിക്കാൻ കഴിയാതെ വണ്ണം, മറ്റൊന്നിനും നമ്മളെ പിടിച്ചു മാറ്റാൻ കഴിയാതെ വണ്ണം നമ്മുടെ മനസ്സും ചിന്താമണ്ഡലവും മുഴുവൻ ക്രിസ്തു എന്ന ആളത്വം നിറഞ്ഞു നിൽക്കുന്ന ആ ക്രിസ്തുവിലുള്ള ഏകാഗ്രത, അത് നമുക്ക് നഷ്ടപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ അതിവിശുദ്ധമായിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാകും? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിവിശുദ്ധമായിരിക്കുന്ന വിശ്വാസം. അതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചെന്നാൽ ദൈവത്തിന് സ്തോത്രം, എനിക്കൊരു കാര്യം അറിയാം, എന്ത്? അവനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവൻ അറിഞ്ഞുകൊണ്ടെന്ത് സംഭവിച്ചെന്നാലും അവൻ അവിടെയും അതിലും ഒരു ലക്ഷ്യമുണ്ട്. അവൻ്റെ ലക്ഷ്യമൊന്നും എൻ്റെ തിന്മയ്ക്കായിട്ടല്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വാസത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് മാത്രമേ പ്രശ്നങ്ങളെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയത്തുള്ളൂ. പൗലോസ് വെല്ലുവിളിക്കുകയാണ്, ആപത്തിന്, പട്ടിണിക്ക്, വാളിന്, നഗ്നതയ്ക്ക്. എന്തിനാ? ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ കഴിയുന്നത്? ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും അത് സാധ്യമല്ല. അത്രമാത്രം ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ, ആ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ നിറയപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിവിശുദ്ധ വിശ്വാസം എന്നിലും നിങ്ങളിലും ആകുമ്പോൾ ആ വിശ്വാസം ഒരു വിശുദ്ധി നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. വിശ്വാസം കൊണ്ട് എന്താ നമുക്ക് സാധിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യം കിട്ടുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് നമ്മൾക്ക് എന്താണ് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്? അതെല്ലാം, ബാക്കിയുള്ളതെല്ലാം വെള്ളയുടെ കൂട്ടത്തിൽ പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തു നേടി എന്നുള്ളതല്ല ദൈവത്തിന്റെ ചോദ്യം. നീ നിന്റെ വിശ്വാസം കൊണ്ട് എന്ത് നേടി എന്നുള്ളതല്ല ചോദ്യം. അന്ന് വന്നിട്ട് പറയും ചിലര്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീരപ്രവർത്തികൾ ചെയ്തു. ചെയ്തില്ല എന്നവൻ പറയുന്നില്ല, ചെയ്തു കാണും. പക്ഷെ അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരാത്മബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ അറിയുന്ന, നീ എന്നെ അറിയുന്ന,
ഞാൻ അതാ പ്രതീക്ഷിച്ചത്. എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു എന്ന് പറയുന്ന ആത്മബന്ധം ഉണ്ടായിട്ടില്ല. മറ്റു പലതും ഉണ്ടായി, പക്ഷെ ആത്മബന്ധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ദൈവത്തിന്റെ മക്കളെ, വിശ്വാസത്താൽ എന്ത് നേടി എന്നുള്ളതല്ല ദൈവം ചോദിക്കുന്നത്. അത് വെള്ള പോലെ ചിലപ്പോൾ പുറത്തേക്ക് കളയും. എന്നാൽ വിശ്വാസത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന അവസ്ഥ അത് മറ്റൊന്നുമല്ല, വിശുദ്ധി. വിശുദ്ധി. അതുകൊണ്ടാണ് പറയുന്ന വിശ്വാസത്തെക്കുറിച്ച്, അതെന്തോ ഒരു വിശ്വാസമാണ്, അതിവിശുദ്ധ വിശ്വാസം. എല്ലാവരും പറഞ്ഞാട്, അതിവിശുദ്ധ വിശ്വാസം. വിശ്വാസത്തോടുകൂടെ വിശുദ്ധി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതിവിശുദ്ധി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് യേശുവിന്റെ രക്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി? ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. എന്താണ് യേശുവിന്റെ രക്തത്താൽ നമുക്ക് സാധിച്ചെടുക്കേണ്ട കാര്യം? വിശുദ്ധീകരണമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് പറഞ്ഞാട്ട്, യേശുവിന്റെ രക്തത്താൽ സാധിച്ചെടുക്കേണ്ടത് എന്താണ്? വിശുദ്ധീകരണം. ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ഇന്ന് നമുക്ക് സാധിച്ചെടുക്കേണ്ടത് എന്താണ്? വിശുദ്ധീകരണം. ദൈവസഭയെ ഞാൻ ചോദിക്കുകയാണ്, യേശുവിന്റെ രക്തത്താൽ നിനക്ക് സാധിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? വിശുദ്ധീകരണം. 21-ാം നൂറ്റാണ്ടിലുള്ള ദൈവസഭയെ ഞാൻ ചോദിക്കുകയാണ്, യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്താൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും സാധിച്ചെടുക്കേണ്ട കാര്യം വിശുദ്ധീകരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം വിശുദ്ധീകരണത്തിന് ഉതകുന്നില്ലെങ്കിൽ ആ രക്തത്തെ നമ്മൾ മലിനമെന്ന് എണ്ണുന്നു എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്തെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല. ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കാൻ അനുവദിക്കണം. ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ തിരയണം, കണ്ടുപിടിക്കണം, അനുതപിക്കണം, ദൈവസന്നിധി താഴണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ താഴുമ്പോൾ യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് പറയപ്പെടുന്ന മറ്റൊരു പ്രയോഗമാണ് ആത്മീയ വർധന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ വർധന എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾ റിലീസ് ചെയ്യപ്പെടുമ്പോൾ, വികാരങ്ങൾ സ്വതന്ത്രമാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആത്മീയ തീഷ്ണതയല്ല. ദൈവത്തിന് സ്തോത്രം. വികാരങ്ങൾ നമ്മളിൽ നിന്ന് റിലീസാകുമ്പോൾ ആരാധനയിൽ കാണുന്ന ആ ഉത്സാഹമല്ല. ഉത്സാഹമുണ്ടാകും. ഉത്സാഹമുണ്ടാകും. ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ നമുക്ക് ഉത്സാഹമുണ്ടാകും. ആരാധിക്കാൻ ഉത്സാഹമുണ്ടാകും. നമ്മുടെ ഉള്ളിൽ തീഷ്ണത ഉണ്ടാകും. അതെല്ലാം ഉണ്ടാകും. എന്നാൽ ആത്മീയ വർധന അതല്ല. ആത്മീയ വർധന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ വളർച്ചയാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധീകരണം. അവിടെ വിശ്വാസം വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കണം. അഥവാ വിശുദ്ധിയുടെ അടിത്തറയായി വിശ്വാസം മാറണം. വിശ്വാസം കൊണ്ട് നാം ഈ ലോകത്തോട് അടുക്കരുത്, ലോകത്തിൽ നിന്ന് അകലണം. വീണ്ടും പറയാണ്, വിശ്വാസം നിന്നെ ലോകത്തോട് ഘടിപ്പിക്കുന്ന കണ്ണിയല്ല, വിശ്വാസം നിന്നെ ദൈവത്തോട് ഘടിപ്പിക്കുന്ന കണ്ണിയാണ്. ഹല്ലേലൂയ.